ദേവാമൃതം. നമസ്കാരം. ഓരോ ദിനവും ശാസ്ത്രീയ നേട്ടങ്ങളാൽ സമ്പന്നമാവുകയാണ്. ശാസ്ത്രീയ നേട്ടങ്ങൾ പെരുകുമ്പോഴും ഈശ്വര ചൈതന്യം എന്ന ശക്തിയെ ആർക്കും അവഗണിക്കാനാവുകയില്ല. ഈശ്വര ചൈതന്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കുക എന്ന കർത്തവ്യമാണ് ദേവാമൃതത്തിൻ്റെ ഓരോ അധ്യായവും നിർവഹിക്കുന്നത്. ഇന്നും മറിച്ചല്ല. ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക്, ഈശ്വര ചൈതന്യത്തിലേക്ക് അടുപ്പിക്കുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു നന്മ നിറഞ്ഞ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം. സാഗരം അറിവിൻ്റെ സാഗരം, ഗുരുസാഗരം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവലോകർക്കും നാഥനായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുഷഡ്കത്തിലൂടെയുള്ള നമ്മുടെ യാത്ര മനം നിറഞ്ഞ് ആത്മാവ് നിറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിവലിംഗദാസ സ്വാമി പവിഴമുത്തുകൾ പോലെയുള്ള വാക്കുകൾ കൊണ്ട് കുറിച്ചു വച്ചിരിക്കുന്ന ഈ ഗുരുസ്തവത്തിലെ ഓരോ വാക്കും എടുത്തു വെച്ച് മനനം ചെയ്താൽ പോലും അത് അവസാനിക്കാത്ത വിധം അനന്തമായി തുടരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ ലക്കം നാം മഹനീയ ചരിത്രമായ എന്ന ഒറ്റ വാക്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. തൊട്ടടുത്ത് മറ്റൊരു വാക്ക് കൊണ്ടുവന്ന് നിറച്ചു വച്ചിരിക്കുന്നത് എന്താണ്? മമതാരഹിതാത്മനെ. മമത എന്ന് പറഞ്ഞാൽ എന്താണ്? മമത ഇല്ലാത്തയാൾ എന്നാണ് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചിട്ട് ശിവലിംഗദാസ് സ്വാമി ഇവിടെ പറയുന്നത്. എന്താണ് മമത? ഞാൻ എന്നും എൻ്റേതെന്നും ഉള്ള ഭാവമാണ് ഈ മമത എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും സ്വയം അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക. ഞാൻ എന്ന ഭാവം ഇല്ലാത്തവരായി നമ്മിൽ ആരുമില്ല. ഈ കാണുന്നതിലൊക്കെ എൻ്റേത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലതൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്, മാറ്റി വച്ചിട്ടുണ്ട്. ചില വ്യക്തികൾ എൻ്റേതാണ്. എൻ്റെ മകൻ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ മാതുലൻ, ഇങ്ങനെയൊക്കെ നമുക്ക് എൻ്റേതെന്ന് പറയുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാത്തിലും ഞാൻ എന്ന് പറയുന്ന നമ്മിലെ ഒരു ഭാവവുമുണ്ട്. ഇത് രണ്ടും ഒരു വ്യക്തിയുടെ പൂർണ്ണതയെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അത് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അത് ആരെക്കൊണ്ടും സാധിക്കുന്നതല്ല. ഇപ്പോൾ ഒരു മഹർഷിയായിരുന്നാൽ പോലും ആ മഹർഷി തപസ്സിലൂടെ ആത്മസാക്ഷാത്കാരം നേടിയിട്ട് ആ വിദ്യ തൻ്റെ ആശ്രയിച്ച് തന്നോടൊപ്പം വരുന്ന ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു ആശ്രമം കെട്ടിയെന്ന് വിചാരിക്കുക. ആ ആശ്രമം കെട്ടുമ്പോഴത്തേക്ക് ഈ മഹർഷിയുടെ ഉള്ളിൽ ആ ആശ്രമം തൻ്റേതാണ് എന്നൊരു ഭാവം കിടക്കും. തൻ്റെ ഒപ്പം വരുന്ന ശിഷ്യന്മാരെല്ലാം തൻ്റേതാണ് എന്ന ഭാവം കിടക്കും. ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ആ മഹർഷിയെ നമുക്ക് മമതാരഹിതാത്മനെ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കില്ല. ശ്രീനാരായണ ഗുരുദേവനെ എന്തുകൊണ്ട് മമതാരഹിതാത്മനെ എന്ന് വിളിച്ചു? തൊട്ടടുത്ത് നിൽക്കുന്ന ആദ്യ ശിഷ്യൻ, വളരെയധികം വാത്സല്യം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ശിഷ്യനാണ് ഇവിടെ പറയുന്നത് മമതാരഹിതാത്മനാണ് ഗുരു. ഗുരുവിന് ഞാനെന്ന ഭാവമില്ല, എൻ്റേതെന്ന ഭാവവുമില്ല, ഒന്നിനോടുമില്ല. ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുണ്ട്, ജനങ്ങളുടെ ജീവിതത്തെ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റേതാണ് എന്ന ഭാവം ഗുരുദേവനിൽ ഒരിക്കലും ആർക്കും കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല.
അങ്ങനെ മമതാരഹിതാത്മനായിരിക്കുന്നവൻ ദൈവമല്ലാതെ മറ്റാരാണ്? ഈ ലോകത്തുള്ള ഒന്നിനെയും സ്പർശിക്കാതെ എന്നാൽ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ധനത്വമുള്ളവർ, അല്ലെങ്കിൽ നിർഭരമായ ജീവിതത്തിലൂടെ എല്ലാ ജനങ്ങളുടെയും വിശ്വാസം ആർജിച്ചവർ. പക്ഷേ വൃദ്ധരാകുന്ന കാലത്ത് ഇവരോടും ജനങ്ങൾക്ക് ചെറിയ എതിർപ്പുണ്ടാവാൻ സാധിക്കും. കാരണം എന്താണ്? അവർക്ക് ആ സമയത്ത് സ്വന്തം മകനോടോ സ്വന്തം അനന്തരാവകാശിയോടോ ഒരു മമത തോന്നും. ആ മമതയുടെ പേരിൽ ചില വിട്ടുവീഴ്ചകൾ അവർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിപ്രഭാവം നശിക്കുന്നതുമൊക്കെ നാം കാണാറുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ നോക്കുക, അക്ഷരാർത്ഥത്തിൽ മമതാരഹിതാത്മനായിരിക്കുന്നു ഭഗവാൻ. നമുക്ക് ഗുരുഷഡ്കത്തിലൂടെ തന്നെ തുടരാം. എല്ലാവരും കാത്തിരിക്കുക. ബാക്കി അടുത്ത ലക്കം. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. ദേവാമൃതം